ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ഉച്ചവിശേഷം കാണാം. നമുക്ക് ഉച്ചയ്ക്കായിട്ട് കറിക്ക് കുഴികളാണ് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീനെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് പുളിമുളകാണ് വെക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ പച്ചമണം മാറുന്നിടം വരെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് തക്കാളി ഉള്ളിയാണ്. അത് കഴുകി വൃത്തിയാക്കി ജാറിനകത്തിട്ടിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ടും ഇട്ട് നമുക്കൊന്ന് വെച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിക്കകത്ത് ഈ അടിച്ച് വെച്ചേക്കുന്നത് നമ്മളെടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് കലക്കിയെടുക്കണം കേട്ടോ. നമ്മളിന്ന് കുറച്ച് റെസിപ്പി ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരുവാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളെ വിശേഷം. പിന്നെ അത് കൂടാതെ നമ്മൾ മോരിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തേക്കുന്നത്. തേങ്ങയും വെളുത്തുള്ളിയും തൈരും ഒക്കെ എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മിക്സിക്കകത്തിട്ട് അരച്ച് വെള്ളം ഒഴിച്ചടിച്ചിട്ട് അത് വെച്ചപ്പോഴത്തേക്കും നമ്മൾ പുളിമുളക് തിളച്ച് തുടങ്ങി നമുക്ക് മീനിടാം. മീനിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാണെങ്കിൽ ചട്ടി ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുകിട്ട് നമ്മൾ താളിപ്പ് പോലെ ഉണ്ടാക്കുവാണ്. നമ്മൾ മോരിന് വേണ്ടിയിട്ട് മോര് അടിച്ച് വെച്ചിരിക്കുന്ന മോര് നമ്മളതെടുത്ത് ഒഴിച്ചിട്ട് അത് കുറച്ച് വെള്ളമൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് കലക്കി എടുക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മൾ പുളിമുളക് റെഡിയായി പകുതി റെഡിയായപ്പോഴത്തേക്കും തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഉലുവപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമ്മളൊന്നുകൂടെ വഴറ്റി എടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മളാണ് ചക്ക കൂട്ടാനാണ് വെക്കുന്നത് കേട്ടോ. ആദ്യം ചട്ടിക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ചക്കക്കുരു ഇട്ട് ആദ്യം വേവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അത് വേവാൻ പാടാം. ഉപ്പും ഇട്ട് നമ്മളെടുത്തിട്ട് പിന്നെ നമ്മളാണെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മീൻ പൊരിക്കാൻ വെച്ചേക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ മീൻ പൊരിക്കുകയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ലാസ്റ്റ് പുളിമുളകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളാണെങ്കിൽ മീൻ വറുത്ത് കോരി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചട്ടിക്കകത്ത് ചക്കുരു വെന്ത് കിട്ടിയപ്പോൾ ചട്ടിക്കകത്ത് നമ്മളത് ചക്കയിട്ട് നമ്മൾ വേവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മസാലക്കൂട്ട് തോരൻ പോലെ വെക്കുന്ന പോലെയാണ് കേട്ടോ. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് അടിച്ചതാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പം അത് ഉണ്ടാക്കാൻ പോകുന്ന അവസാനമാണ് ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ, എന്നാലേ ഒരു നല്ല മയവും ടേസ്റ്റും കാണത്തുള്ളൂ. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്